വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും. 10 ദിവസം നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്ക് വിരാമം കുറിച്ചാണ് അല്പം മുൻപ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർണായക പ്രഖ്യാപനം ഉണ്ടായത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ മാരത്തൺ ചർച്ചകളാണ് തിരുവനന്തപുരത്തും ഡൽഹിയിലുമായി നടന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ എന്നിവർ മുഖ്യമന്ത്രി പദത്തിനായി അവകാശവാദം ഉന്നയിച്ചതോടെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് 10 ദിവസം നീണ്ട ചർച്ചകളും കൂടിക്കാഴ്ചകളും നടത്തേണ്ടി വന്നത്. എംഎൽഎമാരുടെ അഭിപ്രായം തേടി എ.ഐ.സി.സി. നിരീക്ഷകർ നൽകിയ റിപ്പോർട്ട് കെ.സി. വേണുഗോപാലിന് അനുകൂലമായിരുന്നുവെങ്കിലും പൊതുജനവികാരവും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ നിലപാടും വി.ഡി. സതീശന് അനുകൂലമായിരുന്നു. 3 പേരിൽ മുതിർന്ന നേതാവെന്ന പരിഗണന ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു രമേശ് ചെന്നിത്തല. മൂവരുടെയും അവകാശവാദങ്ങൾ വിശദമായി വിലയിരുത്തിയ കോൺഗ്രസ് ഹൈക്കമാൻഡ് മുൻ കെ.പി.സി.സി. പ്രസിഡന്റുമാരുടെ അഭിപ്രായം കൂടി ആരായാൻ വി.എം. സുധീരൻ, കെ. മുരളീധരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, എം.എം. ഹസൻ, കെ. സുധാകരൻ തുടങ്ങിയ നേതാക്കളെ ചൊവ്വാഴ്ച ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. ഇവരുടെയും ഘടകകക്ഷികളുടെയും അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച ശേഷമാണ് ഹൈക്കമാൻഡ് അന്തിമ തീരുമാനമെടുത്തത്. മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിനു ശേഷം വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുകയും കെ.സി. വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും അടക്കം എല്ലാ നേതാക്കൾക്കും കക്ഷി നേതാക്കൾക്കും എംഎൽഎമാർക്കും നന്ദി പറയുകയും ചെയ്തു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം വി.ഡി. സതീശൻ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കാണാം. ഉൾപ്പെടെ എല്ലാവരോടും നന്ദി പറയുക. എന്നെ ഇതിന് പ്രാപ്തമാക്കിയത് ഈ തെരഞ്ഞെടുപ്പിൽ കഠിനാധ്വാനം ചെയ്ത ലക്ഷക്കണക്കിന് UDF പ്രവർത്തകരും ടീം UDF ആയി നിന്ന ഞങ്ങളുടെ UDF നേതാക്കന്മാരുമാണ്. തീർച്ചയായും ഞാനിവിടെ എത്തിയതിന് അവരോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. ഞങ്ങളെ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചത്. 10 വർഷം നീണ്ടുനിന്നൊരു ഭരണം അവസാനിപ്പിച്ച് ആ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചെയ്തു, കഠിനാധ്വാനം ചെയ്തു, പൂർണ്ണമായ അർപ്പണബോധത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ, കേരളത്തെ മാറ്റിയെടുക്കാൻ, പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ, ഒരു പുതിയ യുഗത്തിന് തുടക്കമിടാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്തു. രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന കഠിനാധ്വാനവും അവർക്ക് വേണ്ടി അർപ്പണബോധത്തോടു കൂടി ചെയ്യുന്ന പ്രവർത്തനമാണ് എന്ന് ഞങ്ങളതിന്റെ നിർവചനം മാറ്റിയത്. പൊതുപ്രവർത്തനത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും നിർവചനം അതായിരിക്കുമെന്ന് മാറ്റിയെഴുതും. ഇതൊരു ദൈവികമായ നിയോഗമായി ഞാൻ കാണുന്നു. വ്യക്തിപരമായി കിട്ടിയ ഒരു കാര്യമായിട്ടല്ല കാണുന്നത്. അതിനെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. ഈ വലിയ വിജയത്തിന് ഞങ്ങളെ സഹായിച്ചത്, ഏറ്റവും കൂടുതൽ സഹായിച്ചത് AICC ആണ്. ആ AICCയുടെ പ്രവർത്തനങ്ങളെല്ലാം കേരളത്തിൽ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ.സി. വേണുഗോപാലാണ്. ഓരോ ദിവസവും ഓരോ കാര്യവും ഞങ്ങളോട് ചോദിച്ച് എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ പിന്തുണ നൽകിയിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനായിരുന്ന നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന കെ.പി.സി.സി. പ്രസിഡന്റായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല എന്റെയും പങ്കുണ്ട്. എന്റെ നേതാവ് കൂടിയാണ് ശ്രീ രമേശ് ചെന്നിത്തല. എന്റെ പ്രിയങ്കരനായ അവരെല്ലാവരെയും പൂർണ്ണമായ വിശ്വാസത്തിൽ അതുപോലെ ഇവിടുത്തെ ചുമതലയുണ്ടായിരുന്ന എല്ലാവരോടും അവരുടെ ക്യാമ്പയിലാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. എല്ലാവരോടുമുള്ള നന്ദി ഞാൻ പ്രത്യേകമായി പറയുകയാണ്. ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ്. കാരണം കേരളം അതിന്റെ ഏറ്റവും വലിയ സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെ നടന്നു പോവുകയാണ്. ഞങ്ങൾ തന്നെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച കേരളത്തിന്റെ ഒരു ചിത്രവും ആ വെല്ലുവിളികളെ നേരിടാൻ കേരളം ഒരുമിച്ച് നിൽക്കണം. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണമായ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കേരളത്തെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ, പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ എല്ലാവരും ചേർന്നുള്ള പ്രവർത്തനത്തിനും മാത്രമേ കഴിയുകയുള്ളൂ. നല്ല ഒരു ടീം ഉണ്ടാകും, നല്ല ഒരു ടീം ബിൽഡ് ചെയ്യും. ഒരാൾക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയും, ഒരാൾക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയും. ടീമിനായിരിക്കും ചെയ്യുന്നത്. കേരളത്തെ
പ്രവർത്തിക്കാനുള്ള ആ ടീം ബിൽഡ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി തീർച്ചയായും ഏറ്റെടുക്കും. ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവരോടും പറയുന്നു. കേരളത്തിലെ ജനങ്ങളോട് പറയുന്നു. ഈ പ്രഖ്യാപനം വൈകിയത് കുറച്ച് നാണക്കേടായില്ലേ കോൺഗ്രസ്? ഒരു നാളെങ്കിലും ഇതൊക്കെ നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം വിവിധ പാർട്ടികൾ മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുക്കാൻ എത്രയോ സമയമെടുക്കുന്നു. അറിയാതെ അങ്ങനെ നേതൃത്വത്തിന്റെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ അവരതിന്റെ എല്ലാ ഭാഗവും ഒരു കാലത്തും എംഎൽഎമാരുമായി എംപിമാരുമായി സീനിയർ നേതാക്കളുമായി എല്ലാവരും ആശയവിനിമയത്തിന് ശേഷം കോൺഗ്രസ് പാർട്ടി സാധാരണ പാർട്ടിയല്ല, ഗാലക്സി ഉപയോഗിക്കുമ്പോൾ ഒരുപാട് നേതാക്കളുള്ള മികച്ചവരായ നിരവധി നേതാക്കൾ എംഎൽഎമാരെ ഇതുപോലുള്ള നേതാക്കന്മാരുടെ ഒരു പാർട്ടിയാണ്. അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. ജനകീയമായ ഒരു പിന്തുണയോടുകൂടി കേരളത്തിൽ അധികാരത്തിൽ വരുന്ന ഒരു രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് അങ്ങനെ ജനകീയമായ ഒരു പിന്തുണയോടുകൂടി തീർച്ചയായിട്ടും ജനങ്ങൾ പിന്തുണച്ചു. ജനങ്ങൾ യുഡിഎഫിന്റെ പ്രതീക്ഷയോടുകൂടി കാണുകയാണ്. അവർ യുഡിഎഫിനെ പിന്തുണച്ചിട്ടുണ്ട്, വൻ വിജയം നൽകിയിട്ടുണ്ട്. അതിലവർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഞങ്ങളറിയാലോ, ഞങ്ങൾ ഈ യുഡിഎഫ് ആയിട്ടാണ് ചെയ്യുന്നത്. ഈ യുഡിഎഫ് ഒരു പാർട്ടിയെ പോലെയാണ് പ്രവർത്തിച്ചത്. എല്ലാ നേതാക്കളും പ്രിയങ്കരായ സാധിക്കുന്ന ഏറ്റവും സീനിയറായിട്ടുള്ള ശ്രീ പി ജെ ജോസഫ്, ശ്രീ പ്രേമചന്ദ്രനും ശ്രീ ഷിബുവിനോടൊപ്പമുള്ള ആർഎസ്ടി, സി പി ജോൺ ഞങ്ങളുടെ യുഡിഎഫിന്റെ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ ശ്രീ രാജൻ ബാബു, ശ്രീ മാണി സി കാപ്പൻ, ശ്രീ അനൂപ് ഉൾപ്പെടെയുള്ള യുഡിഎഫ് നേതാക്കൾ ഒരു പാർട്ടിയെ പോലെയാണ് അവരെല്ലാം പ്രവർത്തിക്കുന്നത്. അവരെ എനിക്ക് ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്, അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, തെറ്റുകൾ തിരുത്തിയിട്ടുണ്ട്, കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പിന്തുണ, പ്രത്യേകിച്ച് എംഎൽഎമാരുടെ പിന്തുണ വളരെ കുറവാണെന്നൊരു വിലയിരുത്തലൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിയമസഭാ കക്ഷി യോഗത്തിലൊക്കെ എംഎൽഎമാരുടെ അങ്ങേക്കുണ്ടായ പിന്തുണ വളരെ കുറവെന്നുള്ള ഒരു ചർച്ചകളും അത്തരത്തിലുള്ള ഒരു വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സാർ, എംഎൽഎമാരുടെ പിന്തുണ ഞാനല്ലല്ലോ മന്ത്രിമാരെ തീരുമാനിക്കുന്നത്, പാർട്ടിയാണ് മന്ത്രിമാരെ തീരുമാനിക്കുന്നത്. മന്ത്രിമാരെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. പാർട്ടിയാണ് ഉദ്ദേശിക്കുന്നത്. വിഷയം